ബോക്സിൽ ചെയ്ത ഒരു ചെറിയ വീട്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാനൊരു പഴയ വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അളവ് വെച്ച് വരച്ച് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡും ഒന്ന് വെട്ടിയെടുത്തിട്ട് ബാക്കി ഭാഗം ഒന്ന് മടക്കി കൊടുക്കുക. ബാക്ക് സൈഡിലൊരു ഹോളുണ്ട്. അത് നമുക്ക് ലൈറ്റോ എന്തെങ്കിലും വെട്ടമോ വെച്ച് അത് നമുക്ക് ഭംഗിയാക്കി എടുക്കാം. ഇതൊരു കുഞ്ഞു ഡോറാണ്. പാതി തുറന്ന രീതിയിലാണ് ഈ ഡോറ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇത് ജനൽ വരച്ചിട്ടുണ്ട്. അതിന് ഹോളൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് തുറന്ന് കിടക്കുന്ന ഒരു വിൻഡോ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ വൈറ്റ് പേപ്പർ വേസ്റ്റ് പേപ്പർ എടുത്തതിന് ശേഷം ഇതുപോലെ അളവ് വെച്ച് കൊടുത്തിട്ട് വരച്ച് വെട്ടുന്നുണ്ട്. ആ വരയ്ക്കുന്ന പേപ്പർ എന്താണെന്ന് ചോദിച്ചാൽ ഈ കേക്ക് വാങ്ങിക്കുമ്പോൾ തന്നെ അതിന് കേക്ക് ഇരിക്കുന്ന ഒരു പേപ്പറാണ് ഈ സംഭവം എന്ന് പറയുന്നത്. അത് വെച്ച് അളവ് വെച്ചിട്ട് ഇതുപോലെ അകത്തു കൂടിയും പുറത്തു കൂടിയും ഒന്ന് വരയ്ക്കണം. എന്നിട്ട് സെൻറ്റർ ഭാഗമാണ് വെട്ടിയെടുക്കാനുള്ളത്. ഇല്ലെങ്കിൽ നമുക്ക് മറ്റേ ഇത് ഒട്ടിക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്തെടുക്കുന്നത്. പിന്നെ ജനലിൽ ഇതുപോലെയൊക്കെ ജനൽ അടച്ചു കൊടുക്കുന്നുണ്ട്. ഒരു പഴയ കാർഡ്ബോർഡ് പെട്ടിയുടെ ഒരു ഭാഗം എടുത്തതിന് ശേഷം അളവ് വെച്ച് ഇതേപോലെ വെട്ടിയെടുത്ത് രണ്ട് വശവും ഹോളിട്ടതിന് ശേഷം അതിനകത്തുകൂടെ ഇറക്കി കൊടുക്കും. ഇനി അതുപോലെ കാർഡ്ബോർഡിൻ്റെ വേറൊരു ഭാഗം എടുത്ത് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് മേൽക്കൂര പോലെയൊക്കെ ഒന്ന് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വൈറ്റ് പേപ്പർ എടുത്ത് അതിൻ്റെ മുകളിൽ കൂടി ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഷീറ്റ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. കാർഡ്ബോർഡ് ഇളക്കി എടുക്കുമ്പോൾ ഒരു ഷീറ്റിൻ്റെ ആകൃതിയിൽ ഒരു ഡിസൈൻ നമുക്ക് കിട്ടും. അടുത്ത് ഞാനൊരു കുഞ്ഞ് ചെടിച്ചട്ടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വള്ളികളും ഇതെല്ലാം എടുത്ത് നമുക്ക് ആ വീടിൻ്റെ മുകളിലത്തെ ജനലിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. കാണാൻ ഭംഗിയുള്ള ഒരു ലെറ്റർ ഉണ്ടായിരുന്നു വീട്ടിൽ. നേരത്തെ എടുത്ത് വെച്ചതാണ്. അത് ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ച് ഞാനതിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. സോപ്പ് കവറിലൊരു കുഞ്ഞു വീട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത് നമുക്ക് ഈ വള്ളികൾ പൂക്കൾ വേണ്ടേ. അതിന് വേണ്ടി ഞാൻ മോൻ്റെ ഒരു പഴയ കളിക്കുടുക്ക വീട്ടിലുണ്ടായിരുന്നു. അതിനകത്ത് നിന്ന് കുറച്ച് പൂക്കളൊക്കെ ശേഖരിച്ച് ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാർഡ് ബോർഡ് തന്നെ രണ്ടായിട്ട് ഇളക്കിയപ്പോൾ ഷീറ്റിൻ്റെ ആകൃതിയിൽ ഒരു ഡിസൈൻ കിട്ടി. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, അതിനെ എടുത്ത് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ കുഞ്ഞു വീടിനെ ഞങ്ങൾ ഷെഡിൽ ഒതുക്കിയിരുന്നു. ഇപ്പോൾ മോൻ്റെ ഒരാവശ്യത്തിന് വേണ്ടി അതിനെ പുറത്തെടുത്ത് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരുമായിട്ട് അതിനെ ഒന്ന് പെയിൻ്റ് അടിച്ച് ഭംഗിയാക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കുഞ്ഞു വീട് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ അത് കാലിയായിട്ടല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് രണ്ട് ബേഡ്സിനെ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു പേപ്പറുകൾ കീറിയെടുത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി കുഞ്ഞു കുഞ്ഞു ഉണ്ടകൾ ഉണ്ടാക്കി ഇതുപോലെ പേപ്പറിനകത്ത് വെച്ചതിന് ശേഷം ഒരു കുരുവി ഉണ്ടാക്കാനുള്ള ശ്രമത്തിൽ ഈ കുരുവിയുടെ അകത്ത് വേറെ ഒന്നും വെച്ചിട്ടില്ല. അത് വെറും ന്യൂസ് പേപ്പർ കൊണ്ട് മാത്രം ഉണ്ടാക്കിയ കുരുവിയാണ്. കുറേ കുഞ്ഞു കഷ്ണം പേപ്പറുകൾ എടുത്ത് വെള്ളത്തിൽ മുക്കി കുറച്ച് പശയും തേച്ച് അതിനെ ഒരു കുരുവിയുടെ ഷേപ്പിൽ ഞാനൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് നമുക്കതിൻ്റെ തൂവലുകളാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഒരു കുഞ്ഞ് ചാർട്ട് എടുത്തിട്ട് അതിൻ്റെ ചിറക് പോലെ വരച്ച് അതിൽ തന്നെ ഈ തൂവലുകൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനെ ഒരു യെല്ലോ കളർ കൊടുത്ത് ഇതുപോലെ യെല്ലോ കളറും ബ്ലാക്കും കൂടെ കൊടുത്ത് നമ്മുടെ കുരുവിയെ മനോഹരമാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.